പൂഞ്ഞാറിന്റെ വിജയമണ്ണിൽ ഇത്തവണ ആര് വിജയക്കൊടി പാറിക്കുമെന്ന പ്രവചനാതീതമായിരിക്കുകയാണ്. ഇടത് വലത് NDA സംഘത്തിന്റെ ഇഞ്ചോടിഞ്ച പോരാട്ടമാകും പൂഞ്ഞാറിൽ ഇത്തവണ സാക്ഷ്യം വഹിക്കുക. LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിലെ നേതാവും നിലവിലെ MLAയുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് മത്സര രംഗത്തുള്ളത്. പൂഞ്ഞാറിനെ 2.5 പതിറ്റാണ്ടുകാലം അടക്കി വാണിരുന്ന PC ജോർജാണ് NDA സ്ഥാനാർത്ഥി. നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ജനകീയ മുഖമായ സജി ജോസഫ് ആണ് UDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ പ്രചരണ രംഗത്ത് സജീവമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പൂഞ്ഞാർ മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തനിക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. LDFിന്റെ നേതൃത്വത്തിൽ ചുമരെഴുത്തും പോസ്റ്റർ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും സജീവമാക്കിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും മണ്ഡലം നിലനിർത്തുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇടതുപക്ഷം. അതേസമയം 2.5 പതിറ്റാണ്ടോളം പൂഞ്ഞാറിനെ വിവിധ മുന്നണികളുടെ ഭാഗമായി നിന്നും സ്വതന്ത്രനായും നയിച്ച കരുത്തോടെയാണ് PC ജോർജ് വീണ്ടും മത്സര രംഗത്ത് ഇറങ്ങുന്നത്. തുടർച്ചയായി 5 തവണ പൂഞ്ഞാറിൽ നിന്നും മത്സരിച്ച PC ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനോട് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ ഇടത് വലത് മുന്നണികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ച PC ജോർജ് 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സ്വതന്ത്രനായി നിന്ന് തനിക്ക് ലഭിച്ച വോട്ടിനൊപ്പം NDA മുന്നണിയുടെ വോട്ട് കൂടി ലഭിച്ചാൽ വിജയം ഉറപ്പാണെന്ന് PC ജോർജ് പറയുന്നു. കൂടാതെ കേന്ദ്രത്തിൽ BJP അധികാരം നിലനിർത്തുന്നതും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് NDA മുന്നണി. UDFും ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത് ശക്തനായ സ്ഥാനാർത്ഥിയുമായാണ്. പാലാ സെന്റ് തോമസ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി ചെയർമാനായി പൊതുപ്രവർത്തനം ആരംഭിച്ച സജി ജോസഫാണ് UDF സ്ഥാനാർത്ഥി. 25ാം വയസ്സിൽ തലപ്പലം പഞ്ചായത്ത് പ്രസിഡന്റായ അദ്ദേഹം 10 വർഷം പ്രസിഡന്റായി തുടർന്നു. ഇതോടൊപ്പം തലപ്പലം സർവീസ് സഹകരണ ബാങ്കിനെ കഴിഞ്ഞ 24 വർഷമായി നയിക്കുന്നതും സജി ജോസഫാണ്. ജനകീയ നേതാവിന്റെ മുഖമുള്ള സജി ജോസഫ് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും തനിക്ക് അനുകൂലമായ വോട്ടുകളായി മാറുമെന്ന പ്രതീക്ഷയിലാണ്. വരും ദിനങ്ങൾ തീപാറും പ്രചരണത്തിനാകും പൂഞ്ഞാർ നിയോജകമണ്ഡലം സാക്ഷ്യം വഹിക്കുക. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.